കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകൾ ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പങ്കുവയ്ക്കുകയാണ്. കേന്ദ്രവിഹിതം, ഭക്ഷ്യവിതരണ രംഗത്തെ പ്രശ്നങ്ങൾ, കോഴിക്കോട് എയിംസ്, കെ റെയിൽ എന്നിവ കേരളം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് കെ വി തോമസ് 24-നോട് പറഞ്ഞു. സാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ പല കേന്ദ്രമന്ത്രിമാരെയും കണ്ടും അങ്ങ് അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരവധിയുണ്ട്. ഈ ഒരു ബജറ്റിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളം? നമുക്കിപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. അപ്പോൾ നമുക്ക് നേരത്തെ പോയി പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതെല്ലാം ഫൈനാൻസ് മിനിസ്റ്ററുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ നിർമ്മലാ സീതാരാമനെ ഞാനും ബാലഗോപാലും കൂടി നമ്മുടെ ധനകാര്യമന്ത്രിയും കൂടി പോയി കണ്ട് ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് മറുപടിയാണ് ഇതിൽ വരാൻ? അതൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച പീയൂഷ് ഗോയലിനെ കണ്ട് കേരളത്തിൻ്റെ ഭക്ഷ്യവിതരണ രംഗത്തുള്ള പ്രശ്നങ്ങൾ അത് ഈ 6-ാം തീയതി കാണാം, നമ്മുടെ ഭക്ഷ്യമന്ത്രി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയിംസ്, കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് എയിംസ്. കേരളത്തിൽ അന്നേ തീരൂ. നമ്മൾ കോഴിക്കോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം നമ്മൾ കെ റെയിൽ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്താ, അത് പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ കാരണം ഇപ്പോൾ പ്രത്യേക റെയിൽവേ ഡിസ്കഷനില്ല. ഇതെല്ലാം ഈ ജനറൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ 84 വന്ന കാലഘട്ടത്തിലൊക്കെ ഓരോന്നും ചർച്ചയുണ്ട്. റെയിൽവേ പ്രത്യേകിച്ച് അവതരിപ്പിച്ച പ്രത്യേക ചർച്ചയുണ്ട്, പ്ലാനിംഗ് കമ്മീഷനുണ്ട്. ഇതൊന്നുമില്ലാത്ത ഇതെല്ലാം ഫൈനാൻസിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഡയറക്റ്റ് കൺട്രോളിലേക്കാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേരളത്തെ പോലെ സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുകയാണ്. അതുമാത്രമല്ല, ഇത് ഏതാണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബഡ്ജറ്റായിരിക്കും, ഇടക്കാല ബഡ്ജറ്റ് എന്ന രീതിയിലായിരിക്കും വലിയ പ്രതീക്ഷിക്കുന്നു. പുതിയ ഗവൺമെൻറ് വന്നിട്ട് വേണം പുതിയ ബഡ്ജറ്റും വരേണ്ടത്. അപ്പോൾ ഈ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആകാംക്ഷയുണ്ട്. ഈ ബജറ്റ് എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷ രാജ്യത്തിന് മുഴുവനുണ്ട്. അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു ഇടക്കാല ബജറ്റാണ്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതും നമ്മളിൽ ആകാംക്ഷ ഉണർത്തുന്ന കാര്യം.